ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും. ഇത് മാറി വന്ന സിലബസ് പ്രകാരമുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല PSC എഴുതുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കണേ. അപ്പോൾ എന്താണ് പാഠത്തിൻ്റെ പേര്? ഒറ്റയല്ലൊരു ജീവിയും. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ് പക്ഷി? പൊന്മാനാണ് അല്ലേ ചിത്രത്തിൽ കാണുന്ന പക്ഷി. ഇവിടെ പ്രധാന ഭക്ഷണം എന്താ കഴിക്കുക പൊന്മാൻ? ചെറുമീനുകളാണ് പൊന്മാൻ ഭക്ഷിക്കുക. ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുക? കുളക്കരയിലൊക്കെയാണ്. കുളം, നദി ഇതിൻ്റെയൊക്കെ കരയിലാണ് എന്തിനെ കാണുക? പൊന്മാനിനെ. എന്താകും അതിന് കാരണം? കാരണം എന്താ? പൊന്മാൻ ഭക്ഷിക്കുന്നത് ചെറുമീനിനെയാണ്. അപ്പോൾ പുഴയുടെയും കുളത്തിൻ്റെയും അടുത്തൊക്കെ താമസിച്ച് കഴിഞ്ഞാലാണ് അതിനെന്ത് കിട്ടുക? ചെറുമീനൊക്കെ കിട്ടുക അല്ലേ, കഴിക്കാൻ വേണ്ടി കിട്ടുക. പിന്നെ നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. മേലെ പറഞ്ഞല്ലോ അല്ലേ. എന്തുകൊണ്ടാണ്? അതിന് ആഹാരം ചെറുമീനാണ്. അപ്പോൾ അത് മീനുകൾ കൂടുതൽ കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസ്രോതസ്സല്ലേ. അപ്പോൾ അതിൻ്റെ തീരത്താണ് ഇതിൻ്റെ മാളങ്ങൾ ഉണ്ടാകുക. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധതരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ആട് എന്താ കഴിക്കുക? പച്ചിലകൾ അല്ലേ, ഇലകളല്ലേ ആട് കഴിക്കുക. പ്ലാവിലൊക്കെയാണ് ആട് കഴിക്കുക അല്ലേ. പിന്നെ അതുപോലെ കടുവ, സിംഹം ഒക്കെ കഴിക്കുക? മാംസാഹാരമാണ് അല്ലേ. എല്ലാത്തിനെയും, മുയലിനെയും അതുപോലെ മാനിനെയൊക്കെ കൊന്നു തിന്നും. കടുവ, സിംഹമൊക്കെ അല്ലേ. പിന്നെ അതുപോലെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? ഏതൊക്കെയുണ്ട്? മാൻ, മുയൽ, കൂടാതെ ഒട്ടകം അല്ലേ. ഒട്ടകം സസ്യാഹാരമാണ് കഴിക്കുക. ആന സസ്യാഹാരമാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ കുതിര, ഇതൊക്കെ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. അവിടെ പറയുന്നത്? വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിച്ച് നോക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. എന്തൊക്കെയാണ് കാണുന്നത്? കൊക്കുണ്ട്, തവള അല്ലേ, പുൽച്ചാടി, പിന്നെ ആമ ഉണ്ട് അല്ലേ, ഒക്കെ കാണുന്നില്ലേ? ഒച്ച്, ഇതിനെയൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെറുമീനുകളുണ്ട്, അവിടെ തവള ഉണ്ട് അല്ലേ, അതുപോലെ ഞണ്ട്. പിന്നെ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ എവിടെയുണ്ട്? ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളാണ്? കൊക്കുണ്ട് അല്ലേ, പിന്നെ അതുപോലെ തവള, പിന്നെ ആമ, ഇതൊക്കെ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ. അപ്പോൾ സസ്യം എന്തൊക്കെയാണ്? സസ്യം കഴിക്കുന്ന ചെറുമീൻ സസ്യം കഴിക്കുന്നുണ്ട്. പുൽച്ചാടി അല്ലേ, പുൽച്ചാടി സസ്യങ്ങളല്ലേ കഴിക്കുക, ചിത്രത്തിൽ കണ്ടില്ലോ നമ്മൾ. പിന്നെ പുഴു, ഇതൊക്കെ സസ്യം കഴിക്കുന്നുണ്ട്. പുഴുവിന് കഴിക്കുക? പുഴുവിന് തവള കഴിക്കും അല്ലേ. പുഴുവിന് അതുപോലെ കൊക്ക് കഴിക്കും. കൊക്ക് കണ്ടില്ലേ നമ്മൾ ചിത്രത്തിൽ. ഇനി പറയുന്ന പിന്നെ വലിയ മീനുകളും തവളയും എന്തിനെ കഴിക്കുന്നുണ്ട്? ചെറുമീനിനെ കഴിക്കും. ചെറുമീനിനെ വലിയ മീനും തവളയും കഴിക്കുന്നുണ്ട്. പിന്നെ തവളയെ അതുപോലെ വലിയ മീനിനെ എന്ത് കഴിക്കും? കൊക്ക് കഴിക്കും അല്ലേ, കൊക്ക് കഴിക്കും. അടുത്ത കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. സസ്യം അല്ലേ, സസ്യത്തിന് കഴിക്കുന്ന? മാന്, മുയൽ, പുൽച്ചാടി അല്ലേ. പിന്നെ അതുപോലെ തന്നെ മാനിനെ എന്ത് കഴിക്കും? കടുവ അല്ലേ, കടുവ, സിംഹമൊക്കെ മാനിനെ കഴിക്കും. അതുപോലെ മുയലിനെ എന്ത് കഴിക്കും? മുയലിനെ നമ്മൾ ഈ സിംഹമൊക്കെ കഴിക്കും അല്ലേ. അതുപോലെ പുൽച്ചാടീനെ എന്ത് കഴിക്കും? തവള അല്ലേ, തവള കഴിക്കൂലേ പുൽച്ചാടീനെ. പിന്നെ അടുത്തെന്താ പറയുന്നത്? പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കും.
ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. അപ്പോൾ എന്താണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്ത്? ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം നോക്കി നോക്കൂ. ചിത്രത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ടല്ലേ? പുല്ലിനെ എന്ത് കഴിക്കും? പുൽച്ചാടി കഴിക്കും അല്ലേ? പിന്നെ എന്താ? പുൽച്ചാടീനെ പക്ഷികൾ കഴിക്കും. പുൽച്ചാടീനെ പക്ഷികൾ മാത്രമല്ല, എന്താണ്? തവള, കൊക്ക് ഇതൊക്കെ കഴിക്കും അല്ലേ? പുൽച്ചാടീനെ പക്ഷി. പിന്നെ എന്താണ്? മേലെ കുറുക്കന് കൊടുത്തിട്ടുണ്ട്. കുറുക്കന് അതുപോലെ പരുന്ത് കഴിക്കും അല്ല. ഇങ്ങനെ ശൃംഖല ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ശൃംഖലകൾ കടലിലും. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട് അല്ലേ? അപ്പോൾ കടലിൽ എന്തൊക്കെയാണുള്ളത്? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ എല്ലാം അല്ലേ? ഇതൊക്കെ എവിടെ കാണുന്നുണ്ട്? കടലിൽ കാണുന്നുണ്ട്. കരയിലെ പോലെ തന്നെ എന്താ പറയുന്നത്? കടലിലും ഉണ്ട് എന്ത്? ആഹാര ശൃംഖല. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖല ചിത്രീകരിക്കൂ. ജീവി സ്രാവ് എന്തൊക്കെയാണ് കഴിക്കുന്നത്? കണവ, മീനുകൾ, കടലാമ. ഇതിനെയൊക്കെ എന്ത് കഴിക്കും? സ്രാവ്. മത്തിയാണെങ്കിലോ ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്താണെന്നറിയോ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരാണിവ. എന്ത്? പ്ലവകങ്ങൾ അല്ലേ? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരാണ് എന്ത്? പ്ലവകങ്ങളാണ് പ്ലവകങ്ങൾ. പിന്നെ കടലാമേൻ്റെ ആഹാരം എന്താണ്? സസ്യഭാഗങ്ങൾ, മീനുകൾ. സസ്യഭാഗങ്ങളും മീനുകളും. ചെറുമീനുകളോ? പ്ലവകങ്ങൾ. അപ്പോൾ സ്രാവ്, കണവ, മീനുകൾ, കടലാമ ആഹാരമാക്കുന്നു. മത്തിയാണെങ്കിലോ ചെറുമീനുകളെ ഭക്ഷിക്കുന്നുണ്ട്, പ്ലവകങ്ങളെയും. കടലാമ സസ്യഭാഗങ്ങളും മീനുകളും. ചെറുമീനുകളോ? പ്ലവകങ്ങൾ. എത്രയെത്ര ആഹാരബന്ധങ്ങൾ! നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. എന്തൊക്കെയാണ് മരത്തിൽ കാണാം? പുഴു കാണും അല്ലേ? സസ്യങ്ങൾ, ഇലകളെല്ലാം കഴിക്കുക. അപ്പോൾ പുഴുവിനെ എന്ത് ഭക്ഷിക്കും? പുഴുവിനെ പക്ഷികൾ വന്നിരിക്കുന്ന കാണുന്നില്ലേ? അതുപോലെ പിന്നെ എന്താണ്? പക്ഷീനെ എന്ത് കഴിക്കും? പാമ്പ് അല്ലേ? അപ്പോൾ അതൊരു ആഹാര ശൃംഖലയാണ്. പിന്നെ മരത്തിൽ കാണുന്ന പഴങ്ങളുണ്ടല്ലോ, ഈ പഴങ്ങളൊക്കെ കഴിക്കാൻ എന്ത് വരും? അണ്ണാൻ വരും. അണ്ണാനെ അതുപോലെ എന്താണ്? പാമ്പ് കഴിക്കും അല്ലേ? അങ്ങനെ വേറെയും ശൃംഖല ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടെത്തി എഴുതിക്കോളണേ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. എന്തൊക്കെയാണ് കാണുന്ന ചിത്രത്തിൽ? തവള ഉണ്ട്, ഞണ്ട്, കൊക്ക് അല്ലേ, തുമ്പി, മീനുകൾ ഇതൊക്കെ കാണുന്നില്ലേ ചിത്രത്തിൽ? പിന്നെ എന്താണ്? മത്സ്യത്തിന് നിലനിൽക്കാം. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, പിന്നെ എന്തും കൂടെ വേണം? പിന്നെ എന്താ വേണ്ടേ? ഓക്സിജൻ വേണം അല്ലേ? കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ജീവനുള്ളവയുണ്ട്. കുളത്തിൽ എന്താണ്? ജീവനില്ലാത്തവയുണ്ട് അല്ലേ? അപ്പോൾ ജീവനുള്ളവ എന്തൊക്കെയാണ്? ജീവനുള്ളവ നമ്മൾ കാണുന്നത് ചിത്രത്തിൽ തവള, മീനുകൾ, കൊക്ക്, ഞണ്ട്, തുമ്പി അല്ലേ? ഇതൊക്കെ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ? ആമ. ഇതൊക്കെ എന്താണ്? ജീവനുള്ള ഘടകങ്ങളാണ്. പിന്നെ ജീവനില്ലാത്തവ അത് അല്ലേ? മണൽ, കല്ല്, പിന്നെ അതുപോലെ സൂര്യപ്രകാശം അല്ലേ? ഓക്സിജൻ. ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമേ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അപ്പോൾ എന്താണ് ആവാസം? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാട്. അതിനാണ് എന്ത് പറയുക? ആവാസം എന്ന് പറയുന്നത്. അതായത് ജീവനുള്ള ഘടകങ്ങളും ആവശ്യമാണ്, ജീവനില്ലാത്ത ഘടകങ്ങളും എന്തിന് ആവശ്യമാണ്? ആവാസത്തിന് അല്ലേ? മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികൾക്കും ആവാസമാണിത്. ഏത്? വയലാണ് കേട്ടോ പറയുന്നത്. ഇവിടെ വയലിനെ പറ്റിയല്ലേ പറഞ്ഞു. മത്സ്യത്തിന് പുറമെ എന്താണ്? മറ്റു പല ജീവികളുടെ ആവാസമാണിത്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ.
മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. എന്താ ആവാസത്തിന് ഇംഗ്ലീഷ് പറയുന്നത്? ഹാബിറ്റേറ്റ്. എന്താണ്? ഹാബിറ്റേറ്റ്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഏതെല്ലാം ആവാസമുണ്ട് നമുക്കറിയാം അല്ലേ, വയലിനെ കൂടാതെ. അതുപോലെ എന്തൊക്കെ ആവാസമുണ്ട്? കടൽ അല്ലേ, പിന്നെ എന്താണ് മരുഭൂമി ഒരു ആവാസമാണ് അല്ലേ, പിന്നെ പുൽമേടുകൾ, അതൊരെന്താണ് ആവാസമാണ്. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്? ഏതെല്ലാണ്? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ, പൂമ്പാറ്റ അല്ലേ, ബട്ടർഫ്ലൈ, പിന്നെന്താണ് തുമ്പീനെ കാണുന്നില്ല, തുമ്പികൾ, അതുപോലെ പച്ചത്തുള്ളൻ അല്ലേ, ഇതിൻ്റെയൊക്കെ എന്താണ് ആവാസമാണ് എന്ത്? ഈ ജൈവ വൈവിധ്യ ഉദ്യാനം. ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്തെല്ലാം ഉണ്ട് അല്ലേ? അതിൽ പൂമ്പാറ്റേനെ കാണുന്നില്ലേ, പൂമ്പാറ്റയ്ക്ക് എന്താണ് നിറയെ പൂക്കളുള്ളതുകൊണ്ട് അവിടെ എന്താണ് തേൻ കുടിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഓരോ ജീവികൾക്കും എന്താണ് ഇതുപോലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ആവാസമായിട്ട് ജൈവ വൈവിധ്യ ഉദ്യാനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് കുളത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ജീവനുള്ള ഘടകങ്ങളുണ്ട്, അതുപോലെ ജീവനില്ലാത്തതും ഉണ്ട് അല്ലേ. മണ്ണ്, വായു ഒക്കെ എന്താണ് ജീവനില്ലാത്തവയാണ്. അതുപോലെ മരക്കഷ്ണങ്ങൾ അല്ലേ, ഇതിൻ്റെ ചെടീൻ്റെയൊക്കെ പീസും അതുപോലെ മരത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ താഴെ, അപ്പോൾ അതൊക്കെ എന്താണ് ജീവനില്ലാത്ത ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. ജീവനുള്ളവ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സസ്യങ്ങൾ, അതുപോലെ മരങ്ങൾ, ഇതൊക്കെ എന്താണ് ജീവനുള്ള ഘടകങ്ങളാണ്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ആണല്ലേ, യോജിക്കുന്നില്ലേ? ജീവനില്ലാത്ത, അതായത് നമുക്ക് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കൊക്കെ ശ്വസിക്കാൻ ഓക്സിജൻ വേണം അല്ലേ, അതുപോലെ ജീവിക്കാൻ എന്താണ് മണ്ണ് ആവശ്യമുണ്ട് അല്ലേ. എന്താണ് ജീവനില്ലാത്ത ഘടകങ്ങളെ നമ്മൾ ആശ്രയിച്ചിട്ടല്ലേ കഴിയുന്നത്. അപ്പോൾ ഈ കൂടൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷികൾ മരത്തിൻ്റെ ചില്ലകളും ഉണ്ടാല്ലേ, പൊട്ടി വീണ. അപ്പോൾ ഇതൊക്കെ എന്താണ് ജീവനില്ലാത്ത ഘടകങ്ങളല്ലേ. അപ്പോൾ എന്താണ് ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ എന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമൊത്ത് ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. അപ്പോൾ പറയുന്ന ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് അല്ലേ. ഇപ്പോൾ മഞ്ഞുള്ള പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ജീവികൾ എങ്ങനെയാണ് ഉണ്ടാകുക അല്ലേ, നിറയെ രോമങ്ങളെല്ലാം ആയിട്ടല്ലേ. അപ്പോൾ അതിന് ജീവിക്കാനുള്ള ആവാസമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക. കാട് അല്ലേ, കാടൊരു ആവാസമാണ്. വയൽ അല്ലേ, അതൊരു ആവാസമാണ്. അതുപോലെ പുൽമേട്, അതുപോലെ നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? അപ്പോൾ ചിത്രത്തിൽ ഏതെല്ലാം കാണുന്നത്? പുൽമേടുകൾ, മരുഭൂമി അല്ലേ, അതുപോലെ എന്താണ് മഞ്ഞ് പ്രദേശം അല്ലേ, ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്തത് ആഹാര കാർഡ്. എന്താണ് ആഹാര കാർഡ്? 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി കാക്ക. ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ഇതൊക്കെയാണ് കാക്കയുടെ ആഹാരം. അടുത്ത ജീവി ആടാണ്. ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇത്തരത്തിൽ മറ്റ് 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തി തയ്യാറാക്കണം. അപ്പോൾ വേറെ ഒരു ജീവി നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? കടുവ അല്ലേ, ജീവി കടുവ. കടുവേൻ്റെ ആഹാരം എന്താണ്? മാംസമാണ് അല്ലേ. അതായത് മാന്, മുയൽ, ഇതൊക്കെ എന്ത് കഴിക്കും? കടുവ കഴിക്കും. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാ ജാലം പരിശോധിക്കൂ. അപ്പോൾ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയിൽ ചില ജീവികൾ കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് മാറ്റം സംഭവിക്കും അല്ലേ. ചിലപ്പോൾ ചില ജീവികൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥ എന്താവും? നശിച്ചു പോകും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ ഇല്ലാണ്ടായാൽ എന്താ സംഭവിക്കുക എന്നാ. അതായത് ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? കടുവ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് വർദ്ധിക്കും? കുറുക്കന്മാർ അല്ലേ, കുറുക്കന്മാരുടെ എണ്ണം വർദ്ധിക്കും അല്ലേ. അതുപോലെ മാനുകൾ എണ്ണം വർദ്ധിക്കും.
പിന്നെ മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? മാനുകൾ കൂടുതൽ കഴിക്കുന്ന എന്താ? സസ്യങ്ങളല്ലേ. അപ്പോൾ സസ്യങ്ങൾ എന്തായി? നമ്മുടെ എല്ലാം തിന്ന് മാന് നശിപ്പിക്കും. സസ്യങ്ങൾ കുറഞ്ഞു പോകും അല്ലേ. സസ്യാഹാരി ആയതുകൊണ്ട്, മാന് സസ്യാഹാരി ആയതുകൊണ്ട് പച്ച നിറമുള്ള സസ്യങ്ങളൊക്കെ മാന് തിന്ന് തീർക്കും. എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്തുകൊണ്ടാണ് നമ്മൾ കടുവയെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം നിർവഹിക്കുന്ന മറ്റ് ജീവികൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അതായത് മറ്റ് ജീവികളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ ആ കുറവ് നികത്താൻ മറ്റ് ജീവികൾക്ക് പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ കടുവയെ പോലെയുള്ള ഒരു ജീവിവർഗം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് മറ്റ് ജീവികൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കടുവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളല്ലേ ടൈഗർ പ്രൊജക്റ്റൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. ഏത് വർഷമായിരുന്നു? 1973. ഇതൊന്നും കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമില്ല, പക്ഷേ PSC പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. അധിനിവേശക്കാർ. എന്താണ് അധിനിവേശക്കാർ എന്ന് വെച്ചാൽ? മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വന്ന ജീവികളോ അതുപോലെ സസ്യങ്ങളൊക്കെ അധിനിവേശക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകില്ലേ. ഈ ആഫ്രിക്കൻ മുഷി എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജലാശയങ്ങളിലുള്ള നാടൻ മത്സ്യങ്ങളെല്ലാം ഇത് തിന്ന് തീർക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു ജലജീവി നമ്മുടെ നാട്ടിലില്ല. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തും. അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തി അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? ഏതെല്ലാം ജന്തുക്കൾ, ഏതെല്ലാം സസ്യങ്ങൾ? അപ്പോൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് വിവരം ശേഖരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? മുതിർന്നവരിൽ നിന്ന്, അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിലും മറ്റു രേഖകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിവരം ശേഖരിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആഹാരബന്ധം. ആഹാര ശൃംഖലാജാലം നോക്കൂ. ഒരു ആഹാര ശൃംഖലാജാലം താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതിൽ പുല്ലുണ്ട് അല്ലേ. പുല്ല് കഴിക്കാൻ പുഴു, പിന്നെ പുഴുവിനെ കഴിക്കാൻ കോഴിയുണ്ട്, പിന്നെ അതിനെ കഴിക്കാൻ കുറുക്കൻ. അതുപോലെ പുല്ലിൽ നിന്ന് തന്നെയാണ് വേറെയും ആഹാര ശൃംഖലകൾ ആരംഭിക്കുന്നുണ്ട്. അതായത് പുല്ല് മുയൽ കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പൂച്ച മുയലിനെ പാമ്പും കഴിക്കുന്നുണ്ട്. അതുപോലെ പരുന്ത്, അതൊരു ആഹാര ശൃംഖല. അതുപോലെ പുൽച്ചാടി കഴിക്കും. പുൽച്ചാടീനെ തവള. അങ്ങനെ ആ ഒരു ആഹാരബന്ധം അവിടെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലെ ചിത്രങ്ങളിലുണ്ട്. ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ശ്രേണിയിലുള്ള ആഹാരബന്ധം താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയത്? പുല്ലുണ്ട് അല്ലേ. പുല്ല്, പിന്നെ പുഴു, പിന്നെ കോഴി, കുറുക്കൻ, പിന്നെ പരുന്ത്. പുല്ലിനെത്തുന്നത് പുഴു, പിന്നെ കോഴി കഴിക്കുന്നത്? കുറുക്കൻ, പിന്നെ പരുന്ത്. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. പിന്നെ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. എന്താണ് ആഹാര ശൃംഖല? ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ പാഠപുസ്തകത്തിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഒന്നാമത്തെ കണ്ണിയിൽ വരുന്നത്? പുല്ല് അല്ലേ. അവസാനത്തെ കണ്ണിയിൽ കഴുകൻ. അതുപോലെ വേറെയും ശൃംഖല നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ആദ്യത്തെ കണ്ണിയിൽ പുല്ല് വരും, പിന്നെ അത് കഴിക്കാം പുൽച്ചാടി, പിന്നെ തവള, പിന്നെ അവസാനത്തെ കണ്ണിയിൽ നമുക്ക് പാമ്പിനെ എഴുതാം അല്ലേ. എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവിയിൽ നിന്നാണ്?
ഏത് ജീവിയിൽ നിന്നാണ്? സസ്യാഹാരം കഴിക്കുന്നല്ലേ, സസ്യഭോജികളിൽ നിന്നല്ലേ ആരംഭിക്കുന്നത്. സസ്യത്തിൽ തുടങ്ങിയിട്ട് സസ്യം കഴിക്കാൻ എന്താണ് സസ്യാഹാരം കഴിക്കുന്ന ഒരു ജീവി അങ്ങനെയല്ലേ ആരംഭിക്കുന്നത്. അപ്പോൾ അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? ഉണ്ട് അല്ലേ. അവയ്ക്ക് എവിടെ നിന്നെല്ലാം ആഹാരം ലഭിക്കുന്നത്? ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഓക്സിജൻ അല്ലേ, ജലം എല്ലാം എന്തിനു വേണം? സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. എന്താ പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യത്തിന് ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അടുത്തത് ഊർജം ലഭിക്കാൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? ചിത്രം നിരീക്ഷിക്കൂ. ഏതിലൂടെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്? ഇലകളിലൂടെ അല്ലേ. അപ്പോൾ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നോക്കിയേ, ഇലകൾ നോക്കിയേ, പ്രത്യേക രീതിയിലല്ലേ ഉള്ളത്. അതായത് പല സസ്യത്തിൻ്റെ ഇലകൾ പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ ചെമ്പരത്തീനെ പോലെ ഇലകളുള്ള വേറെയും കുറച്ച് സസ്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തുളസീൻ്റെ രീതിയിലുള്ളത്, അതുപോലെ ഈഴലമ്പാല, അതൊക്കെ വേറെ പല രീതിയിലുള്ള ഇലകളാണ്. അപ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിലുള്ള ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കാൻ പറയുന്നുണ്ട്. വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കൂ. ഇല പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾ പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കും. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചീരയുടെ ഇലയുടെ നിറം എന്താ? ചുവപ്പ് അല്ലേ. ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം എന്തായിരിക്കും? അപ്പോൾ ചുവപ്പ്. അതുപോലെ പല സസ്യത്തിൻ്റെയും കേട്ടോ, ഓരോരോ സസ്യത്തിൻ്റെ ഇല, അതായത് ചെമ്പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറം എന്താ? ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്ത് നിറം കാണുക? പച്ച നിറം അല്ലേ. അപ്പോൾ പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഇലയിൽ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? ഹരിതകം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? പട്ടിക നോക്കി കണ്ടെത്തും. അപ്പോൾ നിറം ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? ആന്തോസയാനിനാണ് ചുവപ്പ് നിറത്തിന് കാരണം. ഓറഞ്ച് നിറത്തിനോ? കരോട്ടിൻ അല്ലേ. നമ്മുടെ ക്യാരറ്റൊക്കെ ഓറഞ്ച് കളറല്ലേ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണം ഏതാണ്? സാന്തോഫിൽ. അപ്പോൾ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കാരണമായ വർണ്ണകം കരോട്ടിൻ, പിന്നെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? സാന്തോഫിലാണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, നന്നായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഭാഗമാണ്. PSC എക്സാമിനും ചോദിക്കും, അതുപോലെ 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ചോദിക്കും. അടുത്തത് വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമുക്കറിയാമല്ലോ അല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് വാതക? ജീവികൾ ഓക്സിജൻ അല്ലേ. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ അല്ലേ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ വേറെ ഏതെല്ലാം വാതകങ്ങളുണ്ട്? നൈട്രജൻ, അതുപോലെ ആർഗൺ, ഓക്സിജൻ, അതുകൂടാണ്ട്
മറ്റുള്ള കുറച്ച് വാതകങ്ങളുണ്ടല്ലേ. അപ്പോൾ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, വേറെയും കുറച്ച് വാതകങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണുള്ള അന്തരീക്ഷ വായുവിൽ? നൈട്രജൻ അല്ലേ. ആ ചിത്രത്തിൽ മനസ്സിലാക്കാം. എത്രയുണ്ട് നൈട്രജൻ? 78% നൈട്രജനാണ്. കുഞ്ഞു കുട്ടിയൊക്കെ ആവശ്യമില്ല, പക്ഷെങ്കിൽ PSC എക്സാമിന് ചോദിക്കാറുണ്ട്. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? ഉണ്ട് അല്ലേ. സസ്യങ്ങൾക്കും ഊർജം വേണ്ടേ? ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? ഉണ്ട് അല്ലേ. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ശ്വസിച്ചിട്ട് സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു അല്ലേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് എന്തിനു ഉപയോഗപ്പെടുത്തുന്നത്? പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത് അല്ലേ. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഉണ്ട് അല്ലേ. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കും. അപ്പോൾ ഇല എന്താണ്? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ എന്താണ്? അതിൽ ഇലകളിൽ സൂക്ഷ്മ സുഷിരങ്ങൾ കാണാൻ പറ്റി അല്ലേ. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ എന്താ അറിയപ്പെടുന്നത്? സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്നും പറയും കേട്ടോ. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏത് വഴിയാ? ഇലകളിലുള്ള സ്റ്റൊമാറ്റയിലൂടെയാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. അപ്പോൾ 2 ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചെടികൾ അതായത് പകൽ സമയത്ത് എന്ത് സംഭവിക്കുന്നു, രാത്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. പകലാണ് എന്ത് നടക്കുന്നത്? ചെടികളിൽ പ്രകാശ സംശ്ലേഷണം അതുപോലെ ശ്വസനവും നടക്കുന്നുണ്ട് പകൽ സമയത്ത് അല്ലേ. രാത്രിയിൽ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ? ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് ചെടികൾ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ സസ്യങ്ങൾ പകൽ സമയത്ത് ഓക്സിജനും പുറത്തു വിടുന്നുണ്ട്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ സസ്യങ്ങളിൽ ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് രാത്രിയിൽ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ പുറത്തു വിടുന്നത്. പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജനാണ് പുറത്തു വിടുന്നത്. രാത്രിയിൽ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനം മാത്രമേ നടക്കൂ. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? ചർച്ച ചെയ്യൂ. അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഓക്സിജനും അതേസമയം കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വിടുന്നുണ്ട്. ഇനി അടുത്തത് ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. മാവ് എന്താ പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ മാവിൻ്റെ മേലെ എന്തുണ്ട്? മരവാഴ കാണുന്നില്ലേ? ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്കിരിക്കാൻ സ്ഥലം വേണം. അപ്പോൾ മരവാഴയ്ക്ക് വാസസ്ഥലം വേണം അല്ലേ, ഇരിക്കാൻ ഒരു സ്ഥലം വേണം. അതിൻ്റെ ആതിഥേയ സസ്യമാണ് ഇതിൽ കാണുന്ന മാവ് അല്ലേ. പിന്നെ എന്താ ഉള്ളത്? ഇത്തിൽക്കണ്ണി. ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണങ്ങളും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഏത് സസ്യത്തിലാണോ ഇത്തിൽക്കണ്ണി വളരുന്നത് ആ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്താണ് ഇത്തിൽക്കണ്ണി ആഹാരം നിർമ്മിക്കുന്നത്.
ഇനി അടുത്തത് മൂടില്ല താളി. ഞാൻ മൂടില്ല താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ മൂടില്ല താളി എന്താണ്? ഏത് സസ്യത്തിലാണോ എന്താണ് കഴിയുന്നത്, ഏത് സസ്യമാണോ ഏതാണോ ആതിഥേയ സസ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് പോഷക ഘടകങ്ങൾ ഈ മൂടില്ല താളി വലിച്ചെടുത്തിട്ടാണ് അത് അവിടെ കഴിയുന്നത്. അതുകൊണ്ട് അത് ആഹാരം നിർമ്മിക്കുന്നില്ല. അതിൽ നിന്ന് ഏത് സസ്യത്തിലാണോ അതിരിക്കുന്നത് അതിന് വേണ്ട പോഷക ഘടകങ്ങൾ ആ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മാവ്, അടുത്ത പേജിൽ എന്താ ഉള്ളത്? മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? മാവും അതുപോലെ തന്നെ എന്താണ് മരവാഴയും ആഹാരം നിർമ്മിക്കുന്നത് സ്വയമാണ് അല്ലേ. അതുപോലെ എന്താണ് ഇത്തിൽക്കണ്ണിയെ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ പോഷക ലവണങ്ങളും ജലവും അത് എന്താണ് ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? അപ്പോൾ ജലം എങ്ങനെയാണ് ലഭിക്കുന്നത് അല്ലേ? മഴ പെയ്യുമ്പോൾ അങ്ങനെ ലഭിക്കും. അതുപോലെ എന്താണ് ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് കഴിയുന്നതുണ്ട്. അതുപോലെ അതായത് മരവാഴയ്ക്ക് എങ്ങനെയാണ് ജലവും ലവണം ലഭിക്കുന്നത്? അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ടാണ്. മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മാവിന് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത്? നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലേ. അതുപോലെ മഴ പെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് മാവിന് ജലം ലഭിക്കുന്നത്. മരവാഴക്കും ഇത്തിൽക്കണ്ണിക്കോ? മരവാഴ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും. പിന്നെ ഇത്തിൽക്കണ്ണി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ജലവും ലവണവും ആ സസ്യത്തിൽ നിന്ന് ഏത് സസ്യത്തിലാണോ ഇരിക്കുന്നത്, ഏത് ആതിഥേയ സസ്യത്തിലാണോ ഉള്ളത് അതിൽ നിന്ന് എന്താണ് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും. അടുത്തത് മരവാഴയുടെ ചിത്രം ശ്രദ്ധിക്കൂ, നിരീക്ഷിക്കാൻ പറയുന്നുണ്ട്. രണ്ട് തരം വേരുകൾ കാണുന്നില്ലേ മരവാഴക്ക്? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം അല്ലേ, എപ്പിഫൈറ്റുകൾ എന്നാൽ എന്താണ്? വാസസ്ഥലത്തിനായി മാത്രമായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇതിന് ഉദാഹരണം എന്തൊക്കെയാണ്? മരവാഴ, ഓർക്കിഡ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്? എപ്പിഫൈറ്റുകൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ജലവും ലവണങ്ങളൊക്കെ എന്താണ് അന്തരീക്ഷത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നില്ല, പോഷക ഘടകങ്ങളൊന്നും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് എപ്പിഫൈറ്റുകൾ എന്താണ് ആതിഥേയ സസ്യത്തിന് ദോഷം വരുത്തുന്നില്ല. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാ അത് വേര് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിൻ്റെ ജലവും ലവണവും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അർദ്ധപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അർദ്ധപരാദത്തിന് ഉദാഹരണം ഏതാണ്? ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. എന്താണ് അതിൻ്റെ നിറം? എന്താണ് നിറം? പച്ച അല്ലേ. ഇലകൾ കാണുന്നുണ്ടല്ലോ. മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്.
ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാ താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാ താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പൂർണ്ണപരാഗങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് എന്ത്? പൂർണ്ണപരാഗങ്ങൾ. ഉദാഹരണം എന്താണ്? മൂടില്ലാ താളിയാണ് ഉദാഹരണം. അതായത് പൂർണ്ണമായിട്ടും എന്താണ്? പോഷക ഘടകങ്ങൾ പൂർണ്ണമായിട്ടും ആതിഥേയ സസ്യത്തിനെ ആശ്രയിച്ചിട്ട് കഴിയുന്നതുകൊണ്ടാണ് ഇതെന്താ? പൂർണ്ണപരാഗങ്ങൾ അല്ലേ? മറ്റേത് അർദ്ധപരാഗങ്ങളാണ്. ഏത്? ഇത്തിൽക്കണ്ണി. എന്തുകൊണ്ടാണ്? അതിൽ ജലവും ലവണമാണ് വലിച്ചെടുക്കുന്നുള്ളൂ അല്ലേ? എപ്പിഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വാസസ്ഥലത്തിനായി മാത്രമാണ് ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയവ പാഠശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നു. ഇനി അടുത്ത് എന്താ പറയുന്നത്? ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. എന്താണ്? ചുവപ്പ് നിറമുള്ള സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ? ഈ ചുവപ്പ് നിറമുള്ള സസ്യങ്ങളിൽ എന്താണ്? ആന്തോസയാനിൻ എന്ന് പറയുന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട് അല്ലേ? അത് എന്താണ്? ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുവപ്പ് നിറത്തിലുള്ള സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്? സസ്യം അതിൻ്റെ എന്താണ്? ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട് അല്ലേ? സസ്യം എന്താണ്? പുൽച്ചാടി കഴിക്കും, കൊതുക്, പാറ്റ, തവള. പിന്നെ ഈ കൊതുകിനെയും പാറ്റേനെയൊക്കെ എന്താണ്? തവള. അതുപോലെ പല്ലി കഴിക്കും. പല്ലീനെയും തവളേനെയും എന്ത് കഴിക്കും? പാമ്പ്. ഈ ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? കൊതുക്, പാറ്റ, പുൽച്ചാടിയൊക്കെ പെറ്റ് പെരുകും അല്ലേ? ഈ കൊതുകൊക്കെ എന്താണ്? നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുക് പരത്തുന്ന ഒരുപാട് രോഗങ്ങൾ അധികമാവും അല്ലേ? കൊതുക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കും അല്ലേ? അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ ഓരോ ജീവികൾക്ക് എന്താണ്? പ്രത്യേക പങ്കുണ്ട് അല്ലേ? ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിൻ്റെ ഘട്ടങ്ങൾ പൂർത്തിയാക്കും. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിൽ? ശ്വസിക്കുമ്പോൾ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് എന്താണ്? ഓക്സിജൻ പുറത്തുവിടും പകൽ സമയത്ത്. അതുപോലെ തന്നെ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ സസ്യങ്ങൾ പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നുണ്ട്, ഓക്സിജനും പുറത്തുവിടുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും, ശ്വസിക്കുമ്പോഴോ ഓക്സിജൻ പുറത്തുവിടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.